ഹാർവിയർ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കച്ചവടത്തിന് കൊണ്ടുപോകണ നാരങ്ങ കളർ മാറിയതും പൊട്ടിയതൊക്കെ അവർ മാറ്റി വെക്കും. അപ്പോൾ അത് രാത്രിക്ക് കൂടുന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് അങ്ങ് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അത് നല്ലതുപോലെ കഴുകിയും തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ലതുപോലെ അരിഞ്ഞ് ഞാൻ 3 ബോട്ടിലാക്കി വെച്ചു. ഇനി അത് നല്ലതുപോലെ ഉപ്പിട്ട് മഞ്ഞൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് തണുത്താറിയതിന് ശേഷം നമ്മൾ ഇതിരിക്കും. ഈ നാരങ്ങക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി കുറേശ്ശെ വിനാഗിരിയും ഈ വെള്ളം കൂടെ ചേർത്ത് ഈ നാരങ്ങ മുങ്ങിക്കിടക്കേണ്ട രീതിക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൂപ്പൽ വരും. എന്നിട്ട് നല്ലതുപോലെ എയർ കിടക്കാത്ത രീതിക്ക് അടച്ചെടുത്ത് വെച്ചാൽ ഇത് വർഷങ്ങളോളം കേടാവാതിരിക്കും. നമുക്ക് എപ്പോഴാണ് ആവശ്യാനുസരണം ആ സമയത്തെടുത്ത് അച്ചാറിട്ടാൽ മതി. നമുക്ക് നോയമ്പായതുകൊണ്ട് അച്ചാറിനൊന്നും അധികം പോകത്തില്ല. ഇവിടെ എനിക്ക് എപ്പോഴും അച്ചാർ വേണം. എനിക്ക് ഇതിൻ്റെ ഒരു പുളിയില്ലെങ്കിൽ ചോറ് ഇറങ്ങത്തന്നെയല്ല. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചതാണ് ഈ ഉപ്പിൽ. ഇതൊരു 6 മാസത്തോളം ഇതിനൊരു കുഴപ്പമില്ല. അപ്പം നമുക്ക് അതിൽ കുറച്ചെടുത്തിട്ട് അച്ചാറിടാം. ഇച്ചിരി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇഞ്ചി ഇടണില്ല കേട്ടോ അതിന്. അപ്പം നമ്മൾ അച്ചാറിടുമ്പോൾ എപ്പോഴും മൺചട്ടിക്കകത്തിടണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് കടുകും ഉലുവായും ഇട്ട് അത് പൊട്ടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇട്ടെടുത്ത് നല്ലതുപോലെ ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ സമയം നമ്മൾ ഈത്തപ്പഴം ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കണം. നാരങ്ങ ആയതുകൊണ്ട് കഴിപ്പല്ലേ. അപ്പോൾ നമ്മൾ തീ അണച്ചതിന് ശേഷം ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഈ 4 പൊടിയാണ് ഇട്ട് കൊടുക്കുക. മുളകും പൊടി ഇത് നല്ലപോലെ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നാരങ്ങ അതൊന്ന് പകുതി എടുത്തിട്ട് ഈ മസാലക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇത്രയൊക്കെയുള്ള നമ്മൾ അച്ചാറിൻ്റെ റെസിപ്പി. ഞാൻ വൈകുന്നേരത്തിനില്ല പലഹാരത്തിനില്ല മാവ് അരച്ച് വെച്ച് അപ്പോൾ അതിന് ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇട്ട് നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ.